ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് ഒരിക്കലാണ് കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 16 വർഷമാവാൻ പോകുന്നു. നാളെയാണ് അച്ഛൻ്റെ വലിയിടേണ്ടത്. അപ്പോൾ ഇന്ന് ഒരിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ അച്ഛനെ കുറിച്ചിട്ട് നിങ്ങളോട് അധികം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടാവും, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലവർക്കിപ്പോൾ പുതിയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. അച്ഛൻ മരിച്ചിട്ട് ഒരു 16 വർഷമായി. അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ സൂയിസൈഡ് ചെയ്തതാണ്. കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ എന്തൊക്കെയോ കടങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ 4 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. എനിക്കത് കാരണം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ നല്ല ഓർമ്മയാണ് അച്ഛനെ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ ഫുൾ ടൈം ഞാനാണ് കൂടെ. അച്ഛനെ എവിടേക്ക് പോവുകയാണെങ്കിലും തന്നെയാണ് കൊണ്ടുപോകുക. അപ്പോൾ നല്ല ഓർമ്മയുണ്ട് അച്ഛനെ. എപ്പോഴും അറിയില്ല. ഞാൻ ഫോട്ടോ ബാക്കിൽ ചെയ്യാൻ തമ്മിലിടുന്ന ഫോട്ടോ അച്ഛൻ്റെ ഞാനും അച്ഛനായിട്ടുള്ളൊരു ഫോട്ടോസ് ഇല്ലേ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സനീഷ് എന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഫോട്ടോസ് അച്ഛൻ്റെ എൻ്റെയും കൂടിയിട്ടുള്ളത്, അമ്മയും ഞാനും അച്ഛനും കൂടിയിട്ടുള്ളുണ്ട്. അപ്പോൾ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ്റെ നമ്മുടെ കയ്യിൽ. ഞാൻ മരിച്ച സമയത്ത് ഇങ്ങനെ പൂക്കളം, എന്താ പറയുക, ഓണത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ പൂക്കളം ഇടായിരുന്നു. എനിക്കാണെങ്കിൽ 4 പഠിക്കുകയാണ്. എനിക്ക് പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പൂക്കളിടുമ്പോൾ പറയണ പൂക്കളിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയിരുത്തുന്നുണ്ട് തന്നെ. അപ്പോൾ എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാവണം എല്ലാവരും കരഞ്ഞിട്ടും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആയപ്പോഴാണ് മനസ്സിലാവണം അച്ഛൻ വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഉള്ള സമയത്ത് അച്ഛൻ കുറേ ഓർമ്മകൾ തന്നിട്ടുണ്ട്. ഓർമ്മകൾ എന്ന് വെച്ചാൽ നമ്മളെ എല്ലായിടത്തേക്കും കൊണ്ടുപോകും, ഫുഡൊക്കെ മേടിച്ചരും. എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അമ്മേനെ കടിക്കുകയോ ചീത്തയൊക്കെ പറയിക്കട്ടെ. എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ എപ്പോഴും പറയും എന്തെങ്കിലും ഞാൻ അച്ഛനോട് അപ്പോൾ വേറെ നടക്കും, അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ കൂടുതൽ പറഞ്ഞു ഞാൻ ചിലപ്പോൾ വേറെ വലുതായിപ്പോകും ഗൈസ്. അങ്ങനെ അച്ഛൻ്റെ വീട് വെളുത്തൂരായിരുന്നു. അച്ഛൻ്റെ പേര് സന്തോഷ് എന്നാണ്. വെളുത്തൂർ ഇപ്പോൾ ആരുമില്ല. അച്ഛമ്മ ഉണ്ടായിരുന്നു, അച്ഛമ്മയും മരിച്ചു. ഇപ്പം ആരുമില്ല. ഇപ്പോൾ വീട് ഇങ്ങനെ ഇട്ടേക്കണം വിൽക്കാനൊക്കെ ആയിട്ട്. അച്ഛനുണ്ടെങ്കിൽ എനിക്ക് പണ്ടത്തെ കാര്യം എന്ന് വെച്ചാലേ, പണ്ടെന്നല്ല നമ്മൾ PTA മീറ്റിങ്ങിനൊക്കെ ഫ്രണ്ട്സിൻ്റെ അച്ഛന്മാരൊക്കെ കൊണ്ടുവരുമ്പോൾ വല്ലാത്തൊരു ഫീലല്ലേ. ഫീലെന്ന് വെച്ചാൽ അച്ഛന്മാരില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ഒരു വിഷമം എന്താണെന്നുള്ളത്. അവരിങ്ങനെ വരുമ്പോൾ നമ്മുടെ അമ്മ വരും. അച്ഛനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അമ്മ ഇതുവരെയായിട്ടും നമ്മളെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും നാളായി, എന്താ പറയുക, ഇത്രയും വർഷമായി, 24 വയസ്സ് കഴിഞ്ഞു എനിക്ക്. ഇത്രയും വർഷമായിട്ട് അച്ഛനില്ലാത്തൊരു ബുദ്ധിമുട്ട് അമ്മ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. ഒന്നിനും എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞാൽ അമ്മ, എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര വാശി കൂടുതലായിരുന്നു. അപ്പോഴും ഫുള്ള് അമ്മ നമുക്ക് മേടിച്ചു തരാൻ നോക്കുള്ളൂ. അമ്മ ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നീട് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ പൈസ ഇല്ലാണ്ടും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ മേടിച്ചു തന്നതെന്നുള്ളത്. പിന്നീട് മനസ്സിലായി. ഇപ്പം നമ്മൾ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുന്നു, അമ്മേനെ സന്തോഷിപ്പിക്കുന്നു, എന്നെ കൊണ്ടാവുന്നൊക്കെ ഞാൻ ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു ബുദ്ധിമുട്ട് അമ്മ വരുത്തിച്ചിട്ടൊന്നുമില്ല, അച്ഛനില്ല എന്നുള്ളതൊന്നും. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ലൈഫിലില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൊരു ഡയലോഗ്, ഒരു കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. കണ്ണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വില മനസ്സിലാവില്ല. ഒരു കണ്ണ് പോയി കഴിഞ്ഞാൽ, ഒരു കണ്ണുണ്ട്, ഒരു കണ്ണുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വില മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ണടക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയും, ഒരു കണ്ണുണ്ടോ കാണില്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് ഒരിക്കലെടുക്കണതിന് അമ്മ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഒരു ചെറിയ വ്ളോഗ് പോലെ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിനിപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വെച്ചു. ഞാൻ കാറിൽ നാളെ ചേച്ചിക്ക് വരാൻ പറ്റില്ല. അവൾ പീരീഡ്സ് ആയിരിക്കും, അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. ഞാനാണ് പോയി ഇടുന്നത്. അപ്പോൾ ഞാൻ കാറിൽ പോകാൻ വെച്ചു. കാരണം അച്ഛൻ കാറ് കണ്ടിട്ടില്ലല്ലോ, കാർ എടുത്തിട്ട്. അപ്പം അച്ഛന് നാളെ കാറ് കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതെ, മോളുടെ വളർച്ചകൾ അച്ഛൻ കാരനാണല്ലോ വളർന്നു വരുന്നത്. അപ്പം അച്ഛനും കൂടി അറിയണമല്ലോ കാർ എടുത്തു നോക്കിയുള്ളത്. മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടാവും. എന്നാലും ഞാൻ പോയി കാണിക്കുമ്പോൾ അച്ഛനൊരു സന്തോഷമാവില്ലോ. അപ്പം എന്തായാലും നമ്മൾ ചപ്പാത്തി കഴിക്കട്ടെ. എന്നിട്ട് നാളെ എല്ലാം കൂടിയിട്ട് അമ്പലത്തിൽ പോകണതും എല്ലാം കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇന്നത്തെ നാളത്തേക്ക് കൂടിയിട്ട് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം ചപ്പാത്തി കഴിക്കാം. അപ്പോൾ ഇതാ രാവിലത്തെ ഉള്ളിയും പയറും ചപ്പാത്തിയാണ്. നമ്മൾ ഉള്ളിയും പപ്പടവും കാര്യങ്ങളൊന്നും കൂട്ടാൻ പാടില്ലല്ലോ, അച്ചാറും കാര്യങ്ങളൊന്നും. ചപ്പാത്തി ഇങ്ങനത്തെ കറി എല്ലാ പ്രാവശ്യവും അമ്മ ഒരിക്കലിന് ഇങ്ങനത്തെ സംഭവമാണ് എനിക്ക് വെച്ചാറ്. അപ്പോൾ ഇത് കഴിക്കണം രാവിലെ. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അരി ഭക്ഷണമാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ ഗൈസ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു.
പോവാൻ നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ എന്താ മോരും ഇന്നത്തെ മറ്റേ കറി, ഇന്നത്തെ ചപ്പാത്തിയോടൊപ്പം കഴിച്ച കറി, ചോറും മുളകും കൊണ്ടാട്ട മുളകും കൊണ്ട്. ഒരു നേരം അരി ഭക്ഷണം കഴിക്കണമല്ലോ, അതുകൊണ്ട് ചോറ് ഇപ്പോൾ കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി കഴിക്കൂ. മോര് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ അച്ഛനൊന്ന് മാറ്റി വയ്ക്കണ്ടേ, 2 ദിവസം അല്ലേ? നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ചിക്കനും മീനൊക്കെ കഴിച്ച് നടക്കാൻ പാടില്ലല്ലോ. എന്തായാലും കഴിച്ച് ഞാൻ പുറത്ത് പോട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ പുറത്തേക്കൊക്കെ പോയി വീട്ടിലെത്തി. ഒരു 5 മണിയായപ്പോൾ ചപ്പാത്തി കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ വിശക്കണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ എണീക്കണം. അച്ഛൻ്റെ വലിയിടാൻ പോകണം. അമ്പലത്തിലൊക്കെ പോയിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു പോവുകയാണ്. കാറിലാണ് പോണത്. അച്ഛൻ, ഞാൻ പറഞ്ഞ അച്ഛൻ കാറ് കണ്ടിട്ടില്ല. അച്ഛൻ കാറ് കണ്ടിട്ട് പോയി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ അങ്ങനെ അച്ഛൻ്റെ പേരിൽ വലിയൊക്കെ ഇട്ടു. ഇവിടുത്തെ ഒരു നമ്മൾ കീഴംകുളങ്ങരയിലുള്ള ഒരു ഇളയതിൻ്റെ അടുത്തേക്കാണ് വന്ന് വലിയൊക്കെ ഇടാറുള്ളത്. അപ്പോൾ ആളവിടെ വന്ന് വലിയൊക്കെ ഇട്ട് എല്ലാ കൊല്ലം അമ്മൂമ്മേനെ, ആൾക്ക് നല്ല ഓർമ്മയാണ് അമ്മൂമ്മേനെയും ചേച്ചിനെയും എന്നെയൊക്കെ. എപ്പോഴും ചോദിക്കും, അമ്മൂമ്മ വരാറുണ്ടല്ലോ കൂടെ. ചെറുപ്പത്തിൽ അമ്മൂമ്മയാണ് ഞങ്ങൾ കൊണ്ടുവരാറേ, എന്നും ചേച്ചിനെയൊക്കെ. ഇപ്പോഴാണ് ഞാനും ചേച്ചിക്ക് ഒറ്റയ്ക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും ചോദിക്കും, അമ്മൂമ്മയോട് അന്വേഷണം പറയോട്ടാന്ന് പറയും. നല്ല ഓർമ്മയാണ്, നല്ല തിരുമേനിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യും. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ വീട്ടിലിടൽ കഴിഞ്ഞു. അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാണ്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമല്ലേ, പ്രാർത്ഥിക്കല്ലാണ്ട്. അപ്പം ഞാൻ പോട്ടെ. എല്ലാ കൊല്ലം വരുമ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ തൊഴുതിട്ടാണ് പോകാറ്. ഇതാണ് കീഴംകുളങ്ങര ധന്വന്തരി ക്ഷേത്രം. ഇവിടെയൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുളം, അമ്പലക്കുളം ഉണ്ട്. എന്തായാലും ഞാൻ തൊഴുതിട്ട് വരട്ടെ. അമ്പലത്തിലൊക്കെ തൊഴു. ഇനിയിപ്പോൾ പറമേക്കാലും വടക്കുന്നാലും എനിക്ക് പോകണമെന്നുണ്ട്. വടക്കുന്നാല് പോയിരുന്നു ഞാൻ. പറമേക്കാലും തിരുവമ്പാടിയിൽ ഞാൻ പോയിട്ടില്ല, കാറെടുത്തതിന് ശേഷം. അവിടെ പോകണമെന്നുണ്ട്. ഞാൻ പോയി തൊഴുതിട്ട് വരട്ടെ. എന്തായാലും ഒന്ന് വന്നതാണല്ലോ. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയാണ് കണ്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നാട് കുറച്ചുള്ളൂ. ഇവിടെ കീഴംകുളങ്ങര ഇതൊക്കെ തൃശ്ശൂർ ഭാഗം തന്നെയാണ്. തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ അവിടെ സൈഡ് ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ള ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും തൊഴുതിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ തിരുവമ്പാടിയിലും പറമേക്കാവിലൊക്കെ തൊഴുതു, മനസ്സറിഞ്ഞ് തൊഴുതു. ഞാൻ വെണ്ണ മേടിച്ചിട്ടുണ്ടേ. കണ്ണൻ്റെ വെണ്ണതാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, കുറച്ച് കഴിക്കാം. ഭയങ്കര കട്ടയായിട്ടിരിക്കണേ തോന്നുന്നുണ്ട്. ഞാൻ വെണ്ണ ആദ്യം കഴിച്ചിരുന്നില്ല, പിന്നെ കഴിച്ചറിയില്ല. നമ്മൾ പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഭഗവാനെ കൊടുത്തൊഴുത് സങ്കടങ്ങളും എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സമാധാനമായത്. അച്ഛനോടും പറഞ്ഞു, ഭഗവാനോടും പറഞ്ഞില്ലെങ്കിൽ പിന്നെ സുഖം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.